ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ മാസ്മരിക ശക്തിയിൽ വീണുപോകാതെ അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ഉയർന്നവരാണ് വിശുദ്ധാത്മാക്കളെല്ലാം. വിശുദ്ധരിൽ വിജ്ഞനും വിജ്ഞരിൽ വിശുദ്ധനുമെന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് അക്വിനാസ്, അദ്ദേഹം ജനിച്ചത് ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും ആസ്വദിക്കുവാനുള്ള എല്ലാ സുഖസൗകര്യങ്ങളും സമ്പത്തും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹം യേശുവിനോടുള്ള അതിതീക്ഷ്ണമായ സ്നേഹത്തെ പ്രതി ഈ ലോകമോഹങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിത്യജിച്ചുകൊണ്ട് ഒരു ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേർന്നു. അവിടെ ഒരു ഭിക്ഷാടക സന്യാസിയായി തൻ്റെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടെ ജീവിതം ആരംഭിച്ചു. പ്രിയപ്പെട്ടവർ, പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശിശുവായ മോശയെ ഫറവോയുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ അമ്മ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകം നിർമ്മിച്ചു, അതിൽ കളിമണ്ണും താറും പൂശി. എന്നിട്ട് ആ പെട്ടകത്തിൻ്റെ അകത്തേക്ക് ശിശുവിനെ വെച്ച് നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ടു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ അമ്മ ഈ പെട്ടകത്തിൽ കളിമണ്ണും താറും പൂശിയത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം ഇതാണ്: ഈ ഞാങ്ങണ കൊണ്ടുണ്ടാക്കിയ പെട്ടകത്തിൻ്റെ ഇഴകൾക്കിടയിലൂടെ ജലം അകത്തോട്ട് പ്രവേശിച്ച് കുഞ്ഞ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിമണ്ണും താറും പൂശി ഈ പെട്ടകത്തിൻ്റെ സുഷിരങ്ങളെല്ലാം അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധമായ പവിത്രമായ ഒരാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. സങ്കീർത്തനം 121:7 വചനപ്രകാരം പറയുകയാണ്: സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവവചനത്താലും കൂദാശകളാലും പ്രാർത്ഥനകളാലും ഒരു സംരക്ഷണ കവചം തീർത്തുകൊണ്ട് നമുക്ക് രക്ഷിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.